സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെയിലിനെ കുറിച്ചാണ്. ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അല്ലേ, ലേലം വിളിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലേ. ലേലം വിളിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നതാണ് അല്ലേ എന്തെന്നറിയപ്പെടുന്നത്, നമ്മളുടെ ഈ പറയപ്പെടുന്ന ഓപ്ഷൻ സെയിൽ എന്നറിയപ്പെടുന്നത് അല്ലേ. ലേലം വിളിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, സ്വാഭാവികമായിട്ട് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേലം വിളിക്കുന്നത്. ഒരു ഉൽപ്പന്നം ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ബിഡ്ഡിങ് നടക്കുകയാണ്. വിവിധങ്ങളായ വിലകൾ എന്ത് ചെയ്യുന്നു, ബിഡ്ഡിങ് നടക്കുന്നു. അതിൽ ഏറ്റവും വലിയ വില, കൂടുതൽ വില ആരാണോ നൽകുന്നത് അയാൾക്ക് എന്ത് ചെയ്യുന്നു, ആ വസ്തുവിനെ നൽകുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം, പലർക്കും അറിയാമായിരിക്കും, ഈ പള്ളിയിലൊക്കെ അല്ലേ, നമ്മൾ മുസ്ലിം പള്ളികളിലൊക്കെ പോകുന്ന സമയത്ത് ജുമ കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്നൊരു സംവിധാനമാണ്. അവിടെ അവരുടെ പള്ളിപ്പറമ്പിലുണ്ടായിട്ടുള്ള തേങ്ങയോ മാങ്ങയോ ഒക്കെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് പബ്ലിക്കിന് മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ലേലം വിളിക്കുന്നു, പബ്ലിക്കായിട്ട് സെയിൽ നടത്തുന്നു അല്ലേ. അതിലാരാണോ ആ ഉൽപ്പന്നത്തിന് ഏറ്റവും കൂടുതൽ വില പറയുന്നത് അയാളായിരിക്കും എന്ത് ചെയ്യുക, വസ്തു വാങ്ങുക. അതാണ് ഓപ്ഷൻ സെയിൽ എന്നറിയപ്പെടുന്നത് അല്ലേ. ഓപ്ഷൻ സെയിൽ ഈസ് എ പബ്ലിക് സെയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻ സെയിൽ എന്നുള്ളത് എന്താണ്, ഒരു പബ്ലിക് സെയിലാണ്. പബ്ലിക്കായിട്ട് നടക്കുന്ന, പൊതുജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു വിൽപ്പനയാണ്. ടു എനി പേഴ്സൺ, അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾ, എനി പേഴ്സൺ, ബിൽഡിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക, ബിഡ്ഡിംഗ് എന്ന് വായിക്കാം. ടു എനി പേഴ്സൺ ബിഡ് ചെയ്യുക, വില ബിഡ് ചെയ്യുക, ഓഫർ ചെയ്യുക, ഒരു വില ഓഫർ ചെയ്യുക. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വില ഓഫർ ചെയ്യാം. ഓക്കെ, അതാണ് ഓഫർ ചെയ്യുന്ന, അതിനെയാണ് ബിഡ്ഡിംഗ് എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് പ്രൈസ്, ഏറ്റവും കൂടിയ വില, അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രീവിയസ്ലി അനൗൺസ്ഡ്, നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഒരു വസ്തുവിന് കൂടിയ വില പറയുകയും ബിഡ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെയിൽ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഓപ്ഷൻ സെയിൽ എന്ന് അറിയപ്പെടുന്നത്. ഇൻ ഓപ്ഷൻ സെയിൽ ദ പ്രോപ്പർട്ടി ഈസ് അവൈലബിൾ ഫോർ വ്യൂയിങ്. നമുക്കറിയാം, ഓപ്ഷൻ സെയിൽ, ലേലം വിളിക്കുന്ന സമയത്ത് ഏത് വസ്തുവിന് മുകളിലാണോ ലേലം വിളിക്കുന്നത് ആ വസ്തുവിനെ എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും നമുക്ക്. ആ വസ്തു മുന്നിൽ വെച്ചിട്ടാണ്, ആ വസ്തു ഒരു സ്ഥലത്ത് നിരത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കച്ചവടം അല്ലെങ്കിൽ ലേലം വിളി നടക്കുന്നത് അല്ലേ. അത് തന്നെയാണ് പറയുന്നത്. ആ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻസ് ആർ ഗുഡ് വേസ് ഫോർ ബയേഴ്സ് ടു ഫൈൻഡ് ബാർഗെയിൻസ് ഓൺ ദി ഐറ്റംസ് ദ മോസ്റ്റ് വാണ്ടഡ് ആൻഡ് മേക്ക് പർച്ചേസ് ദ ഫാർ ബിലോ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ബയേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട്, ടു ഫൈൻഡ് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐറ്റംസിന് മുകളിൽ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വിലപേശലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ ഒരു വിലക്ക് എന്ത് ചെയ്യാം, വസ്തുക്കളെ വാങ്ങിയെടുക്കുവാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഓപ്ഷൻ സെയിൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ് നടത്തുക അല്ലേ. അയാൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷനെയർ അല്ലേ. IPL ഒക്കെ നിങ്ങൾ ലേലം വിളി കണ്ടിട്ടില്ലേ, IPL ലേലം വിളി, IPL ലേലം വിളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓരോ താരങ്ങളെ, രോഹിത് ശർമ്മ അടിസ്ഥാന വില 2 കോടി അല്ലേ, അപ്പോൾ അടുത്ത ആൾ 2.5 കോടി 3 കോടി ഇങ്ങനെ വിളിച്ചു പോയില്ലേ. അപ്പോൾ ഈ ലേലം നടത്തുന്ന ആൾ, ലേലത്തെ അനൗൺസ് ചെയ്യുന്ന ആൾ, ഈ ഓപ്ഷനിൽ അനൗൺസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓപ്ഷനെയർ. ഓക്കെ, ഓപ്ഷനെയർ എന്നാണ് വിളിക്കുക. അയാളാണ് എന്ത് ചെയ്യുക, വസ്തുവിനെ, ഏത് വസ്തുവിൻ്റെ മുകളിലാണോ ലേലം വിളിക്കുന്നത് ആ വസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രസൻറ്റ് ചെയ്യുന്നത് അയാളാണ്. ഓക്കെ, അതാണ് പറയുന്നത്. വെർബലി ആണ് പ്രൊമോഷൻ കൊടുക്കുന്നത്, വെർബൽ പ്രൊമോഷനാണുള്ളത്. ഓക്കെ, അതായത് ബിഡേഴ്സിൻ്റെ അടുത്ത് നിന്നും, ബിഡേഴ്സ് പറഞ്ഞാൽ വില പേശുന്ന, വില പറയുന്ന ആളുകളാണ് ബിഡേഴ്സ്. ഒരു കൂട്ടം ബിഡേഴ്സിൻ്റെ അടുത്ത് നിന്നും ഒരു ഉൽപ്പന്നത്തിന് ഏറ്റവും കൂടുതൽ വില നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെർബൽ പ്രൊമോഷൻ നടത്തുന്ന ആളാണ് ആര്, ഓപ്ഷനെയർ എന്നറിയപ്പെടുന്നത്. ദ ഓഫർ ഓഫ് ദി പ്രൈസ് ഈസ് നോൺ ആസ് ബിഡ്. ശ്രദ്ധിക്കുക, ഒരു ഓഫർ ഓഫ് ദി പ്രൈസ്, ഒരു പ്രൈസ്, ഒരു ഓഫർ പ്രൈസ് വെക്കുന്ന അതിനെ പറയുന്ന പേരാണ്, ഓഫർ പ്രൈസാണ് സത്യത്തിൽ എന്ത്, ബിഡ് എന്നറിയപ്പെടുന്നത്. ദ പേഴ്സൺ മേക്കിംഗ് ദ ബിഡ്, ആരാണോ ബിഡ് വെക്കുന്നത്, ആരാണോ ഒരു പ്രൈസ് ഓഫർ ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് ബിഡർ. ദ ഓപ്ഷനെയർ ഹു സെൽ ദ ഗുഡ്സ് ബൈ ഓപ്ഷൻ ഈസ് ദ ഏജൻറ്റ് ഓഫ് ദി സെല്ലർ ഓൺലി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷനെയർ അയാളുടെ സ്വന്തം ഉൽപ്പന്നമല്ല വിൽക്കുന്നത്, പകരം ഒരു സെല്ലറുടെ ഉൽപ്പന്നമാണ്. ഒരു സെല്ലറുടെ ഉൽപ്പന്നം ഓപ്ഷനെയർ എന്ത് ചെയ്യുന്നു, വിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ വിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓപ്ഷനെയർ എന്ന് പറയുന്ന വ്യക്തി, ഈ അനൗൺസ് ചെയ്യുന്ന, ലേലം നടത്തുന്ന വ്യക്തി ആ വസ്തുവിൻ്റെ ഉടമസ്ഥനല്ല, പകരം ഈ ഉടമസ്ഥൻ്റെ, സെല്ലറുടെ ഏജൻ്റായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ഓപ്ഷനെയർ എന്ന് പറയുന്ന വ്യക്തി പ്രവർത്തിക്കുന്നത്. ഓക്കെ,
പ്രിൻസിപ്പൽ ഏജൻറ്റ് ആ ബന്ധമാണ്. കോൺട്രാക്ട് ഓഫ് ഏജൻസിയിലില്ലേ പ്രിൻസിപ്പൽ ഏജൻറ്റ്, അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഓപ്ഷൻ സെയിലിൽ ഉള്ളത്. ഓക്കെ, അതാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് റൂൾസ് ഓഫ് ഓപ്ഷൻ സെയിൽ. ഒന്നാമത്തെ റൂളാണ് ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ റൂളാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സെയിൽ. സബ്ജക്റ്റ് മാറ്റർ വെർ ഗുഡ്സ് ആർ പുട്ട് ഫോർ സെയിൽ ഇൻ ലോട്ട്സ്, ഈച്ച് ലോട്ട് ഈസ് prima facie deemed to be subject of separate contract of sale. ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഏത് വസ്തുവിൻ്റെ മുകളിലാണോ ഇത് നടത്തുന്നത്, ഏത് ലോട്ടിൻ്റെ മുകളിലാണോ അതാണ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ. രണ്ടാമത്തതോ കംപ്ലീഷൻ ഓഫ് സെയിൽ. ഇൻ ഓപ്ഷൻ ദ സെയിൽ ഈസ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷനെയർ അനൗൺസസ് ഇറ്റ്സ് completion by the fall of the hammer or in some other customary manner as 1, 2, 3. ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിൽ വിൽപ്പന ഉറപ്പിക്കുന്നത് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്, ലേലം ഉറപ്പിച്ചിരിക്കുന്നു 1 വട്ടം, ലേലം ഉറപ്പിച്ചിരിക്കുന്നു 2 വട്ടം, ലേലം ഉറപ്പിച്ചിരിക്കുന്നു 3 വട്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷനെയർ എന്ത് ചെയ്യുന്നത്, സെയിൽ വിൽപ്പന കംപ്ലീറ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ലേലം വിളി അവസാനിച്ചിരിക്കുന്നു, 10,000 രൂപ 1 വട്ടം, 10,000 രൂപ 2 വട്ടം, 10,000 രൂപ 3 വട്ടം, ലേലം ഉറപ്പിച്ചിരിക്കുന്നു അല്ലേ. കംപ്ലീഷൻ ഓഫ് സെയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അല്ലെങ്കിലോ ഒരു ഹാമർ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഒറ്റ കൊട്ടാണ്, ഓക്കെ, ഒരു ഹാമർ എടുത്തിട്ട് ഒരു കൊട്ടാണ് ചെയ്യുക. ഓക്കെ, അതാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളിലൂടെയാണ് ഓപ്ഷനെയർ എന്ത് ചെയ്യുന്നത്, സെയിൽ നടന്നതായിട്ട് കംപ്ലീറ്റ് ചെയ്തതായിട്ട് പറയുന്നത്. അതുപോലെ റിട്രാക്റ്റിംഗ് ദി ബിഡ്. എ ബിഡർ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ബാക്ക് ഹിസ് ബിഡ് അൺടിൽ ദ അനൗൺസ്മെൻറ്റ് ഓഫ് കംപ്ലീഷൻ ഇൻ ദി അബോവ് മാനർ ഈസ് മെയ്ഡ് ബൈ ദി ഓപ്ഷനെയർ. അതായത് ഒരു വ്യക്തി ഓഫർ വെച്ചു, ഒരു ബിഡർ ഒരു പ്രൈസ് ഓഫർ ചെയ്യുന്ന വ്യക്തി ഒരു പ്രൈസ് ഓഫർ ചെയ്തിട്ടുണ്ട്, ബിഡ് ചെയ്തിട്ടുണ്ട് ഒരു വില, അയാൾക്ക് എന്ത് ചെയ്യാം, അതെപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഏതിനു മുമ്പ്? അതായത് ഈ ഓപ്ഷനെയർ സെയിൽ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഓപ്ഷനെയർ സെയിൽ കംപ്ലീറ്റ് ആയി എന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ബിഡർക്ക് അയാളുടെ ബിഡ് തിരികെ എടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെയോ റൈറ്റ് ഓഫ് സെല്ലർ ടു ബിഡ്. എ റൈറ്റ് ടു ബിഡ് മേ ബി റിസർവ്ഡ് എക്സ്പ്രസ്ലി ബൈ ഓൺ ഓർ ബിഹാഫ് ഓഫ് ദി സെല്ലർ വേർ സച്ച് റൈറ്റ് എക്സ്പ്രസ്ലി റിസർവ്ഡ്. റൈറ്റ് ടു സെല്ലർക്ക് ബിഡ് ചെയ്യാനുള്ള അവകാശം എന്ത് ചെയ്യുന്നു, റിസർവ് ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ സെല്ലറുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഫ്രോഡുലൻ്റ് സെയിൽ പറയുന്നുണ്ട്. വെർ ദ സെല്ലേഴ്സ് റൈറ്റ് ടു ബിഡ് ഈസ് നോട്ട് നോട്ടിഫൈഡ് ഇറ്റ് ഷാൾ ബി അൺലോഫുൾ ഫോർ ദി സെല്ലർ ടു ബിഡ് ഹിംസെൽഫ് ഓർ എംപ്ലോയി എനി അതർ പേഴ്സൺ ടു ബിഡ് അറ്റ് സച്ച് സെയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രോഡുലൻ്റ് സെയിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു സെല്ലർ എന്ത് ചെയ്യുന്നു, ബിഡർക്ക്, അതായത് ബിഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, ബിഡ് ചെയ്യുവാനുള്ള അവകാശം കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ബിഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അയാൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി സെല്ലർ ആ കാര്യം അറിയിക്കാതെ അയാൾ സ്വന്തം ബിഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റിനെ കൊണ്ട് ബിഡ് ചെയ്യിക്കുകയോ ചെയ്താൽ അത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള സെയിലായിട്ട് പരിഗണിക്കപ്പെടും. സെയിൽ വിത്ത് റിസർവ് ഓർ അപ്സെറ്റ് പ്രൈസ്. അടുത്തത് ദ സെയിൽ മേ ബി നോട്ടിഫൈഡ് ടു സബ്ജക്ട് ടു എ റിസർവ് ഓർ അപ്സെറ്റ് പ്രൈസ്. സെക്ഷൻ 64 subsection 5. The term reserve or upset price may be defined as the minimum price below which the auctioneer will not sell the goods put up for auction sale. ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം ഒരു വിലയുണ്ടാവും, ആ വിലക്കും താഴെ, അതായത് ഓപ്ഷനെയർ ഒരു വസ്തുവിന് ഒരു മിനിമം വില പറയുമല്ലോ നമ്മൾ അല്ലേ. സെയിൽ നടക്കുന്ന സമയത്ത്, ലേലം വിളിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യും, ഒരു വില പറയും. ഓക്കെ, ഒരു വില പറയും. ഫോർ എക്സാമ്പിൾ 1 കിലോ അല്ലെങ്കിൽ ഒരു 100 കിലോ ഇതുണ്ട്, അതിനെന്ത് ചെയ്യുന്നു, ഒരു 10,000 രൂപ വില കിട്ടുമെന്ന് കരുതും ഒരു വസ്തു. ഈ 10,000 രൂപയാണ് അതിൻ്റെ മിനിമം പ്രൈസ്. അതിൻ്റെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, അത് അപ്സെറ്റ് പ്രൈസാണ്. ഓക്കെ, ഓപ്ഷനെയർ എന്ത് ചെയ്യില്ല, ആ വസ്തുവിനെ വിൽക്കില്ല. ഏത് വിലക്ക് താഴെ പോയാൽ ഈ റിസർവ് പ്രൈസ് അല്ലെങ്കിൽ അപ്സെറ്റ് പ്രൈസിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ, റിസർവ് പ്രൈസ് ഓർ അപ്സെറ്റ് പ്രൈസ് മീൻസ് മിനിമം പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഇൻ ദി ഓപ്ഷൻ. ഓപ്ഷനിലെ വസ്തുവിൻ്റെ മിനിമം പ്രൈസാണ് ആ പറയുന്നത്. അടുത്തത് യൂസ് ഓഫ് പ്രെറ്റൻഡഡ് ബിഡിങ്. ഇഫ് ദ സെല്ലർ മേക്ക് യൂസ് ഓഫ് പ്രെറ്റൻഡഡ് ബിഡിങ് ടു റൈസ് പ്രൈസ് ദ സെയിൽ ഈസ് വോയിഡബിൾ. പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് ബിഡ് ചെയ്യുക, സെല്ലർ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് ബിഡ് ചെയ്യുന്ന രീതിയുണ്ട്, ആളുകളെ പ്രിറ്റൻഡ് ചെയ്യുക, അതുപോലെ പ്രേരിപ്പിച്ചുകൊണ്ട് ബിഡ് ചെയ്യുന്ന രീതിയുണ്ട്. അതിൽ ആണെങ്കിൽ അത് വോയിഡബിൾ ആണ്, ബയറുടെ ഓപ്ഷനിൽ വോയിഡബിൾ ആണ്. ഓക്കെ, അടുത്തത് നോക്കൗട്ട് ഓർ എഗ്രിമെൻറ്റ് നോട്ട് ടു ബിഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. where a group of persons form a combination to prevent competition between themselves
at an auction arrange that only one of them will bid and that they will dispose of anything so obtained privately among themselves. Such a combination is called knockout and is not illegal. But if the intention of the parties to knock out a default third party, knockout is illegal. Knockout അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് നോട്ട് ടു ബിഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, അതായത് പരസ്പരം ബിഡ് വെക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, ചേർന്നുകൊണ്ട് കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്ഷനിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി. അതായത് ഏതെങ്കിലും ഒരാൾ മാത്രമേ ബിഡ് ചെയ്യുകയുള്ളൂ, എന്നിട്ട് അത് ഡിസ്പോസ് ചെയ്തിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള രീതി. അങ്ങനെയുള്ള കോമ്പിനേഷൻ ഇല്ലീഗലല്ല, പ്രശ്നമില്ല. പക്ഷേ ഒരു തേർഡ് പാർട്ടിയെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് ഇല്ലീഗലാണ്. പിന്നെ ഇംപ്ലൈഡ് വാറൻറ്റീസ് നമ്മൾ പറഞ്ഞതാണ്. ഇംപ്ലൈഡ് വാറൻറ്റീസ് ഉണ്ട്. ഇംപ്ലൈഡ് വാറൻറ്റീസ് എന്തൊക്കെയാണ് ഓപ്ഷൻ സെയിൽ എന്നുള്ളതാണ്. ഹി വാറൻറ്റ് ദാറ്റ് ഹി ഹാസ് അതോറിറ്റി ടു സെൽ. അയാൾ വാറൻറ്റി ചെയ്യുന്നത് എന്താണ്? ഹി ഹാസ് ദ അതോറിറ്റി ടു സെൽ. ഓപ്ഷനെയർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഓപ്ഷനെയർക്ക് ഒരു വസ്തുവിനെ വിൽക്കുവാനുള്ള അധികാരമുണ്ടെന്ന് അയാൾ വാറൻറ്റ് ചെയ്യുന്നു. പിന്നെയോ ഈ വാറൻറ്റ്സ് ദാറ്റ് ഹി ഡസ് നോട്ട് നോ എനി ഡിഫക്റ്റ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ഓണർ ഓഫ് ദി ഗുഡ്സ്. അയാൾ വാറൻറ്റ് ചെയ്യുന്നു, അയാൾ ഉറപ്പിക്കുന്നു, അംഗീകാരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉറപ്പിക്കുന്നു എന്ത്? ഹി ഡസ് നോട്ട് നോ, അയാൾക്കറിയില്ല എനി ഡിഫക്റ്റ് ഇൻ ദി ടൈറ്റിൽ ഓഫ് ദി ഓണർ ഓഫ് ദി ഗുഡ്സ്. അയാൾ വിൽക്കുവാൻ പോകുന്ന, ഈ ഓപ്ഷനെയർ വിൽക്കുവാൻ പോകുന്ന വസ്തുവിൻ്റെ മുകളിൽ, ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് അയാൾക്കറിയില്ല എന്ന് അയാൾ വാറൻറ്റ് ചെയ്യുന്നു. ഹി ഹാസ് ടു ട്രാൻസ്ഫർ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ഇഫ് പ്രൈസ് പെയ്ഡ് ടു ഹിം. മാത്രമല്ല ഓപ്ഷനെയർക്ക് ആ ലേലം വിളിച്ച് ഓപ്ഷൻ കഴിഞ്ഞ് അതിൻ്റെ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ, ഓപ്ഷൻ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അയാളുടെ കൈവശമുള്ള ആ വസ്തുവിനെ ആർക്ക് കൈമാറണം? അത് വാങ്ങിയ ബയർക്ക് കൈമാറണം, ബിഡർക്ക് കൈമാറണം. He warrants quiet possession of the goods. Nobody will disturb buyer in his quiet enjoyment and possession of the goods bought by him. അയാൾ എന്ത് ചെയ്യണം? അയാൾ പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് അയാൾ വാറൻറ്റ് ചെയ്യണം. അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ആ വസ്തുവിനെ അയാൾ കൈവശം വെക്കാൻ പാടില്ല. ഓക്കെ, അതാണ്. പിന്നെ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായാൽ എന്തൊക്കെയാണ് റെമഡീസ് എന്നുള്ളതാണ്. അതിൽ സെല്ലർക്കും റെമഡി ഉണ്ട്, ബയർക്കും ഉണ്ട്. വിൽപ്പനക്കാരന് ചില റെമഡീസ് ഉണ്ട്, പരിഹാരങ്ങൾ കിട്ടും അത് കരാർ ലംഘിക്കപ്പെട്ടാൽ. അതുപോലെ ബയർ വാങ്ങുന്ന വ്യക്തിക്കും ചില ചില റെമഡീസ്, പരിഹാരങ്ങൾ കിട്ടും. അപ്പോൾ സെല്ലറുടെ റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് സ്യൂട്ട് ഫോർ പ്രൈസാണ്. സ്യൂട്ട് ഫോർ പ്രൈസ് പറഞ്ഞാൽ എന്താ? കരാർ ലംഘിക്കപ്പെട്ടാൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? അയാളുടെ ആ വസ്തുവിൻ്റെ മുകളിൽ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ പ്രൈസ് കിട്ടുവാനുള്ള അവകാശം, ബയറിൽ നിന്നും കിട്ടുവാനുള്ള അവകാശം അയാൾക്കുണ്ട്. പിന്നെയോ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ദി ഗുഡ്സ്. ഒരു ഓപ്ഷനിൽ ഏർപ്പെടുകയും ഓപ്ഷൻ പ്രകാരം ലേലം വിളിച്ചുകൊണ്ട് ഒരു ബിഡ് ചെയ്തുകൊണ്ട് ഒരു ബിഡർ ഒരു വസ്തുവിനെ വാങ്ങുകയും അയാൾ ആ വസ്തുവിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ എന്ത് ചെയ്യാം? സെല്ലർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും ബയറിൽ നിന്ന്. സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ റിപ്യൂഡിക്കേഷൻ ഓഫ് ദി കോൺട്രാക്ട്. റിപ്യൂഡിക്കേറ്റ് ചെയ്താൽ ബയർ വാങ്ങുന്ന വ്യക്തി ആ കരാറിനെ ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യാം? അതുമൂലം എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന് പരാതി കൊടുക്കാം. അതുപോലെ എനി സ്പെഷ്യൽ ഡാമേജസ്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡാമേജുകൾ എന്ത് ചെയ്യുക? റിക്കവർ ചെയ്യാനും എന്ത് ചെയ്യുക? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം സെല്ലർക്ക് സാധിക്കും. ഇതൊക്കെ കരാർ ലംഘിക്കപ്പെട്ടാൽ ഒരു സെല്ലർക്ക് കിട്ടുന്ന റെമഡീസാണ്. ഓക്കെ, പരിഹാരങ്ങളാണ് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ബയർക്ക് കിട്ടുന്ന റെമഡികളാണ്. കരാർ ലംഘിക്കപ്പെട്ടാൽ ഒരു വിൽപ്പനക്കാരൻ കരാർ ലംഘിച്ചാൽ ബയർക്ക് കിട്ടുന്ന റെമഡീസ് എന്തൊക്കെ അവകാശങ്ങളാണ് ബയർക്ക് കിട്ടുന്നത്? ഒന്ന്, സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. സെല്ലർ ബയർക്ക് കൃത്യസമയത്ത് ബയർ വാങ്ങിയതായ വസ്തുവിനെ ഡെലിവർ ചെയ്താൽ, എത്തിച്ചു കൊടുക്കാതിരുന്നാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായാൽ ആ പൈസ നേടിയെടുക്കാൻ കേസ് കൊടുക്കാമാർക്ക്, ബയർക്ക്. പിന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഒരു വ്യക്തി ഒരു വസ്തുവിനെ എത്തിച്ചു കൊടുക്കുന്നതിലോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാൽ ആ പ്രത്യേക പ്രവൃത്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ ആർക്ക് സാധിക്കും? ബയർക്ക് സാധിക്കും. സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറൻറ്റി. ഒരു ഓപ്ഷനെയർ അയാളുടെ വാറൻറ്റി ലംഘിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ സ്യൂട്ട് ഫോർ റിപ്യൂഡിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ കാലാവധിയാകുന്നതിന് മുന്നേ തന്നെ ഒരു സെല്ലർ, വിൽപ്പനക്കാരൻ കരാറിനെ ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യാം? അതിനെതിരെയും കേസ് കൊടുക്കാൻ ബയർക്ക് സാധിക്കും. അതുപോലെ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്.
എന്തെങ്കിലും ഇൻട്രസ്റ്റ് പൈസ എന്തെങ്കിലും സ്പെഷ്യൽ ഡാമേജസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുവാനും ആർക്ക് സാധിക്കും? ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സെയിൽ എന്താണ്, ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ആരൊക്കെയാണുള്ളത്, ഓപ്ഷനെയർ എന്നാൽ ആരാണ്, ബിഡ് എന്നാൽ എന്താണ്, ബിഡർ എന്നാൽ എന്താണ്, ബയറുടെ റെമഡീസ് എന്താണ്, സെല്ലറുടെ റെമഡീസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇംപ്ലൈഡ് വാറണ്ടീസും ഒക്കെ ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.